This call is now being recorded. So in the last session, we have discussed the various provisions. ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത്, എന്തൊക്കെ ഐറ്റംസ് ആണ്, ഏതൊക്കെ ഹെഡ്സ് തമ്മിലാണ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്നത്. വി ഹാവ് ഡിസ്കസ് ദാറ്റ്. അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ്, ഇലിസ്ട്രേഷൻസ് നമ്മൾ കണ്ടിരുന്നു. സോ ഇൻ ദിസ് സെഷൻ വി ആർ ഗോയിങ് ടു ഡിസ്കസ് മോർ ക്വസ്റ്റ്യൻസ് ഓൺ സെറ്റ് ഓഫ്. സെറ്റ് ഓഫിൻ്റെ ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ഈ ഒരു സെഷനിലൂടെ, ഈ ഡിസ്കഷനിലൂടെ ഐ എം വൈൻഡിങ് അപ്പ് ദ ടോപ്പിക്. ഒരു 10 or 11 ക്വസ്റ്റ്യൻസ് വരെ. ഞാൻ 20 ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്തിരുന്നു നിങ്ങൾക്ക് നേരത്തെ. അപ്പോൾ അതിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യും. റിമൈനിങ് ക്വസ്റ്റ്യൻസ് ഐ വിൽ ഡിസ്കസ് ഇറ്റ്സ് പ്രൊവിഷൻ, എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയും. ആൻഡ് ലേറ്റർ ഓൺ ടൈം പെർമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഐ വിൽ എക്സ്പ്ലെയിൻ. അതർവൈസ് ഞാൻ അതിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. മൂവിങ് ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദി ഡേ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, the following are the particulars of income of Sri R.P. Seth for the previous year ended 31st March 2020. So ആദ്യം തന്നെ തന്നിരിക്കുന്നത് ഇറ്റ്സ് ഗിവൺ ഡയറക്ട്ലി ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ് തന്നിരിക്കുന്നത് 6,000. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ സൺട്രി അഡ്വാൻസസ്. ഓക്കെ, അത് ഇൻട്രസ്റ്റ് ഇൻകം ആണ്. അത് ഏത് ഹെഡിലെടുക്കും? ഇൻകം ഫ്രം അതർ സോഴ്സസ്. സൺട്രി അഡ്വാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഐറ്റം അല്ല, മിസ്ലേനിയസ് ആയിട്ട് നമ്മൾ പറയത്തില്ല, അങ്ങനെ കിട്ടിയ, അങ്ങനെ നടത്തിയ കുറച്ച് അഡ്വാൻസസിൽ നിന്ന് കിട്ടിയ ഇൻട്രസ്റ്റ്. പിന്നെ ബിസിനസ് ഇൻകം ഫ്രം ക്ലോത്ത് ഇസ് ഗിവൺ. അപ്പോൾ അത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷനിൽ എടുക്കും. ഷെയർ ഓഫ് ലോസ്, പ്രോഫിറ്റ് ആയിക്കോട്ടെ ഷെയർ ആയിക്കോട്ടെ, that will be set off only against that income. ഓക്കെ, ഇവിടെ ലോസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ലോസ് ഫേമിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് തന്നെ ആയിരിക്കണം നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ഐറ്റം ലോസ് ഇൻ സ്പെക്കുലേഷൻ. വളരെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറഞ്ഞതാണ്. സ്പെക്കുലേഷൻ, സ്പെസിഫൈഡ് ബിസിനസ്, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വന്നാൽ ആ ഹെഡിൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സ്പെക്കുലേറ്റീവ് ഇൻകം ആയിട്ട് ക്വസ്റ്റ്യനിൽ ഇല്ല. സോ ദാറ്റ് ഓൾസോ യു കാൺ ഡു. Then dividend from an Indian company, as you know, up to 12 lakh it is exempt. അപ്പോൾ അതും എടുക്കണ്ട. ക്യാപിറ്റൽ ഗെയിൻ ഫ്രം ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് വെച്ചാൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ലോസ് ഫ്രം ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് വെച്ചാൽ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആസ് യു നോ, ക്യാപിറ്റൽ ഗെയിനിനെ സംബന്ധിച്ച് out of long-term capital gain, you will be able to set off short-term capital loss as well as long-term capital loss. രണ്ടും സെറ്റ് ചെയ്യാം. ഷോർട്ട് ആയാലും ലോങ് ആയാലും, ഷോർട്ട് ടേം ആയാലും ലോങ് ടേം ആയാലും നിങ്ങൾക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് സെറ്റ് ചെയ്യാം. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എന്ത് മാത്രമേ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റൂ. എന്നുവെച്ചാൽ ഷോർട്ട് ടേമും തമ്മിൽ മാത്രമേ പറ്റുള്ളൂ. യു കാൺ ടേക്ക് ദ ലോങ് ടേം ഐറ്റം ഹിയർ. അപ്പോൾ ഇവിടുത്തെ ക്യാപിറ്റൽ ഗെയിനെ, അതായത് ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിലെ ക്യാപിറ്റൽ ഗെയിനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ഹെഡിൽ ഇൻകം ആയിട്ട് എടുക്കും. ബട്ട് ദിസ് ലോസ് യു കാൺ മേക്ക് എ സെറ്റ് ഓഫ് ദാറ്റ്. കാരണം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാമായിരുന്നു. ഇവിടെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ട് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് ശ്രീ സേത്ത് ആഫ്റ്റർ സെറ്റിംഗ് ഓഫ് ദി ഡിഫറെന്റ് ലോസസ് എഗെയിൻസ്റ്റ് അതർ ഇൻകം ആൻഡ് സ്റ്റേറ്റ് ദ എമൗണ്ട് ഓഫ് ലോസസ് ടു ബി ക്യാരി ഫോർവേഡ്. ഗ്രോസ് ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കണം ഈ അസസിയുടെ. അതുകൂടാതെ യു ഹാവ് ടു സ്റ്റേറ്റ് ദ എമൗണ്ട് ഓഫ് ലോസസ്, ഏതൊക്കെ ക്യാരി ഫോർവേഡ് ചെയ്യണം എന്നും കൂടി പറയണം. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലായ ഒരു കാര്യമാണ് ഷെയർ ഓഫ് ലോസ്. കാരണം പ്രോഫിറ്റ് ഫ്രം ഫേം ഇല്ല. അപ്പോൾ ഷെയർ ഓഫ് ലോസ് യു ഹാവ് ടു ക്യാരി ഫോർവേഡ്. ലോസ് ഇൻ സ്പെക്കുലേഷൻ, സ്പെക്കുലേഷനിൽ നിന്ന് സ്പെക്കുലേഷൻ ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് യു ഹാവ് ടു ക്യാരി ഫോർവേഡ്. പിന്നെ നമ്മൾ പറഞ്ഞ ക്യാപിറ്റൽ ലോസ് ഫ്രം ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, അങ്ങനെ 3 ഐറ്റം
3 items, that is speculative loss, share of loss from the firm, long term capital loss. അങ്ങനെ 3 ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം, ക്യാരി ഫോർവേഡ് ചെയ്യണം. Then to solve the question starting from the first head, income from salary ഉണ്ടോ, ക്വസ്റ്റ്യനിലുണ്ടോ? ഇറ്റ് ഇസ് നോട്ട് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ആ ഹെഡ് ഇല്ല. അടുത്ത സെക്കൻഡ് ഹെഡ്, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ദർ ഇസ് നോ ഇൻകം, ബട്ട് ഡയറക്ട്ലി എന്ത് തന്നിട്ടുണ്ട്, ലോസ് ഇസ് ഗിവൺ അണ്ടർ ദാറ്റ് ഹെഡ്. അപ്പൊ ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത് എന്താണ്, ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ക്യാൻ ബി സെറ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി ഇൻകം. ഏതൊരു ഇൻകത്തിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാം, അപ് ടു 2 lakh. 2 ലക്ഷം രൂപ വരെയുള്ള ലോസിനെ നിങ്ങൾക്ക് ഏത് ഹെഡിൽ നിന്ന് വേണമെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാം. അപ്പൊ ഇവിടെ അത്രയും വലിയ ഇൻകം മീൻസ് ലോസ് ഒന്നും അല്ല, വെറും 6,000 ആണ് ലോസ്. അപ്പൊ ആദ്യം നമ്മൾ ഐറ്റമായിട്ട് എഴുതുക ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ദെൻ അടുത്ത ഹെഡ്, ഹൗസ് പ്രോപ്പർട്ടിക്ക് ഇത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ട്. തേർഡ് ഹെഡ് ഇസ് ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനിന്റെ കേസിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, അത് കഴിഞ്ഞ് ക്യാപിറ്റൽ ഗെയിൻ. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷനിൽ നിങ്ങൾക്ക് ഉള്ള ഒരേ ഒരു ഐറ്റം ബിസിനസ് ഇൻകം ആണ് അല്ലെ. അതിന് പെർട്ടിക്കുലർലി നമുക്ക് ആ ഇൻകം യൂസ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഒന്നുമില്ല. ഷെയർ ഓഫ് ലോസ് എടുക്കാൻ പാടില്ല, ലോസ് ഫ്രം സ്പെക്കുലേഷനും സെറ്റ് ഓഫ് ചെയ്യാൻ പാടില്ല. അപ്പം യു ക്യാൻ ജസ്റ്റ് ഡയറക്ട്ലി റൈറ്റ് 2,70,000 ആസ് ദി ഇൻകം ഫ്രം ബിസിനസ്, അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷന്റെ ഹെഡിൽ വരുന്ന ഒരേ ഒരു ഐറ്റം. അടുത്തത് മൂവിങ് ടു ദി ക്യാപിറ്റൽ ഗെയിനിലോട്ട് പോവുകയാണെങ്കിൽ, ക്യാപിറ്റൽ ഗെയിനിനെ സംബന്ധിച്ചിട്ട് എന്താണ്, ക്യാപിറ്റൽ ഗെയിൻ്റെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഇസ് ഗിവൺ, അത് റെക്കോർഡ് ചെയ്യും. പക്ഷെ യു കാൻ സെറ്റ് ഓഫ് ദി ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. അപ്പം ഈ ഗെയിൻ ആയ 22,500 മാത്രം നമ്മൾ ആ ഹെഡിൽ റെക്കോർഡ് ചെയ്യും. ലാസ്റ്റ് ഹെഡ്, ഇൻകം ഫ്രം അതർ സോഴ്സ്. അതിനകത്ത് വരിക നമ്മൾ ആദ്യം മുതലേ പറഞ്ഞ ഇൻട്രസ്റ്റ് റിസീവ്ഡ് വരും. ഡിവിഡൻഡ് എഴുതും, ബട്ട് ഇറ്റ് ഈസ് എക്സംപ്റ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ദിസ് ഈസ് ദി സൊല്യൂഷൻ ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ. ആർക്കെങ്കിലും ഈ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇഫ് ഇറ്റ് ഈസ് ക്ലിയർ, പ്ലീസ് റിപ്ലൈ. ഡൗട്ട്സ് ഉള്ളവർ അപ്പോഴേ തന്നെ ചോദിക്കുക. ഐ വിൽ ക്ലാരിഫൈ ദാറ്റ് ആൻഡ് ദെൻ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ പുട്ട് ദാറ്റ് ഇൻ ദി ചാറ്റ് ബോക്സ്. ക്വസ്റ്റ്യൻ വൈസ് വർക്ക്ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇത് സെറ്റ് ഓഫിൻ്റെ ക്വസ്റ്റ്യൻ ചെറിയ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട്, ഒരുപാട് കാൽക്കുലേഷൻ ഇൻവോൾവ് ഒന്നും അല്ലാത്തത് കൊണ്ടാണ് ഐ ആം ഡൂയിങ് ഇൻ ദിസ് വേ. Moving to the next question, രണ്ടാമത്തെ question. The statement of income and losses for the year ended 31st March 2020 of Mr. Y is as follows. Taxable income from salary. So the first head directly തന്നിട്ടുണ്ട് 1,16,800. Second item, taxable income from interest on debenture. Okay, taxable income from interest on debenture എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് എമൗണ്ട് ആണ് ഡയറക്ട്ലി തന്നിരിക്കുന്നത്. സോ അത് ഏത് ഹെഡിൽ എടുക്കും, നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ എടുക്കും. ദെൻ ദ തേർഡ് ഐറ്റം, ടാക്സബിൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി.
അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 3 ഹൗസ് ഉണ്ട് എന്ന് വേണം നമുക്ക് ഈ പെർട്ടിക്കുലർ ഇൻഫർമേഷൻ മനസ്സിലാക്കേണ്ടത്. അതിൽ എ എന്ന് പറയുന്ന ഇൻകത്തിൽ നിന്ന് ഇൻകവും ബാക്കി 2 ഹൗസിൽ നിന്നും ലോസും ആണ് സഫർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആദ്യം ഈ അസസിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോസിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലിയർ? അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം റിമൈനിങ് എത്രയാണോ ലോസ് വരുന്നത് ആ അത്രയും ലോസിനെ വേറെ ഹെഡ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3,400 9,200 ആണ് ലോസ്. അപ്പൊ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് 12,600. ലോസ് ഹൗസ് പ്രോപ്പർട്ടിയുടെ ആണ് പറയുന്നത്. ബിയുടെയും സിയുടെ ഹൗസിൽ നിന്നും ബി ആൻഡ് സി ഹൗസസിൽ നിന്നും 3,400 9,200 അങ്ങനെ 12,600 ലോസ് ഉണ്ട്. ഈ 12,600-നെ he can meet it or set off out of ഇൻകം ആയ 7,200. അത്രേ ഉള്ളൂ ഇൻകം. 12,600-നെ 7,200 സെറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ that is you are doing in this manner. 7,200 ആണ് ഇൻകം. ഷോർട്ട് ആയിട്ട് എഴുതുന്നത് ഇൻകം. ലോസ് എന്ന് പറയുന്നത് 12,600. അപ്പോൾ ബാലൻസ് എന്ന് പറയുന്നത് will be 5,400. ഈ 5,400-നെ എനി അതർ ഹെഡ്സിൽ നിന്നും എന്ത് ചെയ്യാം? we can set off. ഇതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഹൗസ് പ്രോപ്പർട്ടി ലോസ് അതർ ഹെഡ്സ് ആയാലും സാലറി ആയാലും അപ് ടു 2 lakh വരെ നമുക്ക് ലോസ് സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് ജസ്റ്റ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഇവിടെ അത്രയൊന്നും വരുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. സോ ഇവിടെ 5,400 നമ്മൾ അതർ ഹെഡ്സിന് മീറ്റ് ചെയ്യും. സോ there ends the house property head. അടുത്ത നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇൻകം ഫ്രം ബിസിനസ്. അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത് പ്രോഫിറ്റ് ഫ്രം അയൺ ബിസിനസ് 12,800. ഓക്കെ. ലോസ് ഫ്രം സ്റ്റേഷനറി ബിസിനസ് തന്നിട്ടുണ്ട് 8,900. അടുത്ത പേജ് ആകുമ്പോഴത്തേക്ക് ഇറ്റ്സ് അനദർ ഐറ്റം. അപ്പോൾ പ്രോഫിറ്റ് ഫ്രം അയൺ ബിസിനസ്സും ലോസ് ഫ്രം സ്റ്റേഷനറി ബിസിനസ്സും തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ബിസിനസ് എടി വന്നിരിക്കുന്നത് സ്പെക്കുലേഷൻ ബിസിനസ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്പെസിഫൈഡ് ബിസിനസ്സും സ്പെക്കുലേഷൻ ബിസിനസ്സും. ഷോർട്ടായിട്ട് എളുപ്പം ഓർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ ഐറ്റംസ് ലോസ് ഫ്രം സ്പെക്കുലേഷനും ലോസ് ഫ്രം സ്പെസിഫൈഡ് ബിസിനസ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ യു ഹാവ് ടു സെറ്റ് ഓഫ് ഇൻ ദാറ്റ് ഹെഡ് ഓൺലി. അപ്പൊ ഇവിടെ സ്പെക്കുലേഷൻ ബിസിനസിൻ്റെത് എവിടെ തന്നെ സെറ്റ് ഓഫ് ചെയ്യണം? സ്പെക്കുലേഷൻ ബിസിനസ്സിൽ തന്നെ സെറ്റ് ഓഫ് ചെയ്യണം. എന്ന് പറയുമ്പോൾ 10,600 ആണ് എ എന്ന് പറയുന്ന സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ ഇൻകം. ആ 10,600-ൽ നിന്നും 4,600 സബ്ട്രാക്ട് ചെയ്ത് ദ റിമൈനിങ് ഇസ് 6,000. അതാണ് സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. അത് പ്രോഫിറ്റ് ആവാം ലോസ് ആവാം, ഇറ്റ് ഡിപ്പെൻസ്. പോസിറ്റീവ് ആൻസർ കിട്ടിയത് കൊണ്ടാണ്. കാരണം ഈ 10,600 ആയിരുന്നു പ്രോഫിറ്റ്, സ്പെക്കുലേഷനിൽ ഇതാണ് ലോസ്. ഓക്കെ. അപ്പോൾ നമുക്ക് കിട്ടിയ പോസിറ്റീവ് ആൻസർ ആയതുകൊണ്ട് ഇറ്റ്സ് പ്രോഫിറ്റ് ഫ്രം സ്പെക്കുലേഷൻ. അങ്ങനെ സ്പെക്കുലേഷൻ ബിസിനസിന്റെ കാര്യം കഴിഞ്ഞു. ഇനി ദർ ഇസ് 2 other thing, അയൺ ബിസിനസ്സും സ്റ്റേഷനറി ബിസിനസ്സും. ഈ അയൺ ബിസിനസ്സും സ്റ്റേഷനറി ബിസിനസിന്റെ കേസ് എടുത്താൽ അയൺ ബിസിനസ്സിൽ നിന്ന് കിട്ടിയത് പ്രോഫിറ്റ് ആണ്. ഇൻകം ഫ്രം അയൺ ബിസിനസ്.
That is 12,800. സ്റ്റേഷനറി ഈ പറയുന്ന പോലെ സ്പെക്കുലേഷനിലോ സ്പെസിഫൈഡിലോ ഒന്നും വരുന്നതല്ല. സ്പെസിഫൈഡ് ആണെങ്കിൽ അങ്ങനെ തന്നെ പറയും. അതുകൊണ്ട് വാട്ട് യു ക്യാൻ ഡു, ദ ലോസ് ഫ്രം ദ സ്റ്റേഷനറി ബിസിനസ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ദിസ് എമൗണ്ട് ഓഫ് 12,800. അപ്പോൾ 8,900 നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കാം. അപ്പോൾ റിമൈനിങ് വിൽ ബി ദ പ്രോഫിറ്റ് ഫ്രം ഓർ ഇൻകം ഫ്രം ബിസിനസ്. അപ്പോൾ ഇതുകൊണ്ട് നേരത്തെ നമുക്ക് സ്പെക്കുലേഷനിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റ് ഉണ്ട്. നമ്മൾ അപ്പോഴേ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച 6,000. സോ ഓൾ ടുഗെദർ 3,900 6,000 വയ്ക്കും ആ ഹെഡിലെ ഇൻകം. ഇതുവരെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മൂവിങ് ടു ദി നെക്സ്റ്റ് പാർട്ട്. ഇവർ കറക്റ്റ് ഹെഡ്സിന്റെ ഓർഡറിൽ തന്നെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, അതിൽ ആദ്യം നോക്കേണ്ടത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 18,600, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 4,200. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനെ പ്രത്യേകമായിട്ട് എടുക്കും. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്നും ലോങ് ടേം ക്യാപിറ്റൽ ലോസ് കുറയ്ക്കുക. ഓൾവേസ് റിമെമ്പർ, ലോങ് ടേമിൽ നിന്ന് മാത്രമേ ലോങ് ടേം സെറ്റ് ഓഫ് ചെയ്യാവൂ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ യു വിൽ ടേക്ക് ഇറ്റ് ആസ് സച്ച് 18,600 ഡയറക്ട്ലി അങ്ങ് ഔട്ടർ കോളത്തിൽ എഴുതും. ലോങ് ടേം ചെയ്യുമ്പോൾ long term capital gain you can write it in the inner column, that is 4,200. long term capital loss amount is 8,300. അപ്പോൾ റിമൈനിങ് എന്ന് പറയുന്നത് 4,100. that will be carry forward. സഫീഷ്യൻ്റ് ആയ ഇൻകം ഇല്ലാത്തതുകൊണ്ട് യു വിൽ ക്യാരി ഫോർവേഡ്. ദിസ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വിൽ ബി ക്യാരി ഫോർവേഡ്. 18,600 മാത്രമായിരിക്കും നമ്മുടെ ഇൻകം ആയിട്ട് നിൽക്കുക. മൂവിങ് ടു ദി ലാസ്റ്റ് ഐറ്റം, ദാറ്റ് ഈസ് ഇൻകം ഫ്രം അതർ സോഴ്സ്. ദാറ്റ് ഈസ് 7,700. അത് മാത്രമല്ല, ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടായിരുന്നു 8,400. അപ്പോൾ 8,400 ഇവിടെ തന്നിരിക്കുന്ന 7,700 കൂടെ ആഡ് ചെയ്യും. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. സോ ഇൻ ദിസ് വേ നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ ആൻസർ വുഡ് ബി ലൈക്ക് ദിസ്. there is any doubt you can ask me. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത്. If it is clear, you can put it in the chat box.
Moving to the next question. Following are the particulars submitted by Mr. Kuldeep Pokle for the year ending 31st March 2020. Compute his total income. Total income computation ആണ് ആദ്യം പറഞ്ഞിരിക്കുന്ന ഹെഡിങ് മീൻസ് ഹെഡ് ഐറ്റം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി സാലറി പിന്നീട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ ഗിവൺ ഇൻ ദി ഓർഡർ, നമ്മുടെ ഹെഡ് വൈസ് ഉള്ള ഓർഡർ തന്നെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പം ആദ്യം ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. അപ്പോൾ ഇൻകം ഫ്രം ഹൗസ് തന്നിട്ടുണ്ട്, ബട്ട് ലോസ് ഫ്രം ബി. അപ്പോൾ യു ക്യാൻ ഡയറക്ട്ലി സെറ്റ് ഓഫ് ഗ്രോസ് സാലറി ഏറ്റവും ലാസ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ. സോറി, ഗ്രോസ് സാലറി is given towards the end ആണ്. Okay, let it be there. അപ്പോൾ we can discuss from the first item. Income from house property, that is from house A income ആണ്. അതിൽ നിന്ന് ലോസ് 20,000. അപ്പോൾ ആ ലോസ് കുറയ്ക്കാം. So it is 40,000. Then second item, income from business or profession. അതിൽ income from cloth business, loss from hardware business, loss from speculation. അത് മാത്രം loss from speculation, always remember the speculation business നിന്ന് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പാടുള്ളൂ. സോ ഡോണ്ട് ടേക്ക് ദാറ്റ്. ബട്ട് income from cloth business, using that you can set off the loss from hardware business. But sufficient ആയ ഇൻകം ഇല്ല, കാരണം ക്ലോത്ത് ബിസിനസ്സിൽ നിന്ന് 30,000 ഇൻകം ഉണ്ട്, ലോസ് 60 ആണ്. അപ്പോൾ ബാക്കി റിമൈനിങ് 30,000 we will carry forward. Loss from speculation business we will carry forward, കാരണം സഫിഷ്യൻ്റ് ആയ ഇൻകം ആ ഹെഡിൽ ഇല്ല. സ്പെക്കുലേഷൻ ബിസിനസ്സിൽ നിന്ന് ഇൻകം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ സെറ്റിൽ ചെയ്യും. Then again, next item, that is income from other source, income from lottery, loss from maintenance of horse races. ഈ loss from maintenance of horse races, if there was anything from that head, we can set off. But here there is no such income. അങ്ങനെ വേറെ ഇൻകം ഒന്നും ഹോഴ്സ് റേസിൽ നിന്ന് കിട്ടിയതായിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റോ വിന്നിങ്ങോ ഒന്നുമില്ല. We can't do any set off. We will carry forward that amount of 7,000. 7,000 രൂപ carry forward. Then interest on securities. Interest on securities and income from lottery. 25,000 10,000 കൂടി ഈ ഹെഡിലെ ഇൻകം ആയിട്ട് എടുക്കും. പിന്നീട് നമുക്ക് ലാസ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന ഗ്രോസ് സാലറി ആണ്. ക്ലിയർലി റീഡ്, ഇറ്റ് ഇസ് ഗ്രോസ് സാലറി, നെറ്റ് സാലറി അല്ല. അപ്പോൾ ഗ്രോസ് സാലറി, വെൻ ഗ്രോസ് സാലറി ഈസ് ഗിവൺ, ഇറ്റ് ഇസ് ക്ലിയർ ദാറ്റ് എന്ത് കുറച്ചിട്ടില്ല അതിൽ നിന്ന് എന്തായിരിക്കും ഡിഡക്ട് ചെയ്യാത്തത്? ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 16 is not made. അപ്പോൾ ക്ലിയർലി എഴുതി വെക്കുക ഗ്രോസ് സാലറി, കാരണം ഇതൊക്കെ നമുക്ക് ചെറിയ മിസ്റ്റേക്സ് മതി, നമുക്ക് ഫൈനൽ ആൻസറിൽ നമുക്ക് തെറ്റ് വരും. അപ്പോൾ ഗ്രോസ് സാലറി, വെൻ ഗ്രോസ് സാലറി ഈസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ, you have to make deduction. Gross salary നിന്നും deduction under section 16 ചെയ്തിട്ട് വേണം you have to find out the income from salary. ഈ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16 എന്തൊക്കെയായിരുന്നു? അതായത് ആ സാലറി ഹെഡിലെ ഡിഡക്ഷൻ. ഒന്നാമത്തത് എംപ്ലോയ്മെന്റ് ഓർ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ്, പ്രൊഫഷണൽ ഓർ എംപ്ലോയ്മെന്റ് ടാക്സ്. ആൻഡ് രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് റുപ്പീസ് 50,000. അപ്പം ബാക്കി കിട്ടുന്നതാണ് ആ ഹെഡിലെ ഇൻകം ഫ്രം സാലറി. ദാറ്റ് എമൗണ്ട്, ആ ഇൻകം ഫ്രം സാലറി ആണ് നമ്മൾ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിൽ. ക്ലിയർലി ഇറ്റ് ഇസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ, യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ടോട്ടൽ ഇൻകം. So this is the answer of the
third question. If there is any doubt, you can post. If it is clear, then you can also post that in the chat box. Salary headil deduction ചെയ്തു. House property between the heads അവർ loss settle ചെയ്തു. Cloth business hardware business loss കുറച്ചിട്ട് ബാക്കി 30,000 other heads നിന്ന് മീറ്റ് ചെയ്യും. കണ്ടോ, ബാക്കി 30,000 other heads നിന്ന് മീറ്റ് ചെയ്യാം. പ്രൊവൈഡഡ് ആ ബിസിനസ് എന്താവാൻ പാടില്ല, സ്പെക്കുലേഷൻ ബിസിനസ്സോ സ്പെസിഫൈഡ് ബിസിനസ്സോ അല്ല എങ്കിൽ ബാക്കി എന്തെങ്കിലും നമുക്ക് ഡിഡക്ട് ചെയ്യാൻ റിമൈനിങ് ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ഡിഡക്ട് ഇറ്റ് ഫ്രം അതർ ഹെഡ്സ്. അതുകൊണ്ടാണ് ഈ 30,000 നെഗറ്റീവ് 30,000 എന്ന് പറഞ്ഞ് ഇറ്റ് ഇസ് ഗിവൺ ദയർ. പക്ഷെ സ്പെക്കുലേഷന്റെ കണ്ടോ എടുത്ത് എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഇസ് ക്യാരി ഫോർവേഡ്. ഇൻകം ഫ്രം അതർ സോഴ്സ് ഈ പറഞ്ഞ പോലെ ആ രണ്ട് ഇൻകത്തിന് ആഡ് ചെയ്യുക. മെയിൻ ലോസ് ഫ്രം ദി മെയിൻ്റനൻസ് ഓഫ് ഫോസ്റ്ററീസ് വിൽ ബി ക്യാരി ഫോർവേഡ്. റിഡക്ഷൻ ആയിട്ട് ഒന്നും തന്നിട്ടില്ല, അതുകൊണ്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം വിൽ ബി ദി ടോട്ടൽ ഇൻകം. Moving to the next question. Mrs. Rosie has given the following information about her income. She requests you to find out her gross total income for the assessment year 2021. Salary is given from Messrs. Glaxo Limited. ഒരു particular partnership firm നിന്നും കിട്ടുന്ന സാലറി. അപ്പോൾ അസസിയെ സംബന്ധിച്ച് നമുക്ക് ക്വസ്റ്റ്യനിൽ തുടക്കത്തിലേ പറഞ്ഞിട്ടുള്ളൂ, ഫൈൻഡ് ഔട്ട് ഹർ ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ സാലറി ഈസ് ഗിവൺ, സാലറി ആണ് തന്നിരിക്കുന്നത്, നോട്ട് ദി ഇൻകം ഫ്രം സാലറി. ഈ കേസിലും ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ ഇറ്റ് ഇസ് ദി ഗ്രോസ് സാലറി ഈസ് ഗിവൺ. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദി ടാക്സബിൾ സാലറി ഓർ ദി ഇൻകം ഫ്രം സാലറി. The next item, dividend from units of UTI. Dividend received from an Indian company is exempt from tax up to 10 lakh. അപ്പോൾ അത് എടുക്കണ്ട. Even though if we won't take it, we will write it as an item. Income from other source ഒരു ഐറ്റം ആയിട്ട് എടുക്കും. Exempt. Interest on securities gross ആണ് തന്നിരിക്കുന്നത്. That also you will consider under the head income from other source. Interest on fixed deposit in Punjab National Bank, that is also you will consider under the head income from other source. Profit from agency business, appo adu business income aanu, business income. Okay. Loss from speculation of gold, appo adu speculation business nu vannadaanennu clear aanu. Appo endengile speculation il profit undengil we can deduct. Okay, തൊട്ടടുത്ത് തന്നെ തന്നിട്ടുണ്ട് loss from speculation in silver, sorry, profit from speculation in silver. അപ്പോൾ ലോസ് സെറ്റ് ഓഫ് ചെയ്യാം. തൊട്ട് മുന്നേ പറഞ്ഞ ഗോൾഡിന്റെ സ്പെക്കുലേഷൻ ലോസിനെ സിൽവറിന്റെ സ്പെക്കുലേഷൻ ഗെയിനിൽ നിന്ന് സെറ്റ് ഓഫ് ചെയ്യാം. ഫസ്റ്റ് പ്രൈസ് ഇൻ ഡൽഹി സ്റ്റേറ്റ് ലോട്ടറി, ഫസ്റ്റ് പ്രൈസ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് ഇസ് നത്തിങ്, യു ക്യാൻ ടേക്ക് ദാറ്റ് എമൗണ്ട്, 1 ലക്ഷം എന്ന് പറയുന്നത് ആസറ്റ്സ് എടുക്കാം. Under the head income from other source. Gain from playing rummy in the club, adum you will put under the head income from other source. Loss in flash card with the friends, അത് എന്താണ് ക്യാഷ്വൽ ഇൻകം ആണ് കേട്ടോ. ക്യാഷ്വൽ ഇൻകം, ക്യാഷ്വൽ ഇൻകത്തിന് ഒരിക്കലും ലോസ് എന്ത് ചെയ്യാൻ പാടില്ല, ഡിഡക്ട് ചെയ്യാൻ പാടില്ല. Then
Loss in race course bettings ആണ്. It can also be not deductible. Expense incurred on maintenance of horse races, that you can deduct. Expense deduct ചെയ്യാം, പക്ഷെ പ്രൊവൈഡഡ് എന്തുണ്ടായിരിക്കണം ആ ഹെഡിൽ, അതായത് ആ റേസ് ഹോഴ്സസിന്റെ മെയിൻ്റനൻസിലൂടെ കിട്ടിയ ഓർ ഓണിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ഹോഴ്സ് റേസസ് ഇന്ന് കിട്ടിയ ഇൻകം ഉണ്ടായിരുന്നു എങ്കിൽ യു ക്യാൻ ഡിഡക്ട്. ബട്ട് നത്തിങ് ഈസ് ഗിവൺ ഹിയർ. ഈ 30,000 നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും. അപ്പൊ ആദ്യം നമ്മൾ എടുക്കേണ്ടത് സാലറിയിൽ നിന്ന് യു ഹാവ് ടു മേക്ക് ദ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. Then അടുത്ത ഹെഡ് ഹൗസ് പ്രോപ്പർട്ടി ഈസ് നോട്ട് ഗിവൻ ഇൻ ദി ക്വസ്റ്റ്യൻ. സോ സെക്കൻഡ് ഹെഡ് ആസ് പെർ ദിസ് ക്വസ്റ്റ്യൻ ഇൻഫർമേഷൻ പ്രകാരം ബിസിനസ് ഇൻകം ആണ്. ബിസിനസ് ഇൻകത്തിലെ ഏജൻസി ബിസിനസിന്റെ ഇൻകം എടുക്കും നമ്മൾ. അത് കഴിഞ്ഞ് സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന സെറ്റ് ഓഫ് ചെയ്തിട്ട് ബാക്കി ക്യാരി ഫോർവേഡ് ചെയ്യും. ക്യാപിറ്റൽ ഗെയിനിന്റെ ഒരു ഐറ്റം പോലും ഈ ക്വസ്റ്റ്യനിലില്ല. പിന്നെ നമ്മൾ ചെയ്യുക, വി വിൽ മൂവ് ഓൺ ടു അതർ സോഴ്സസ്. അതർ സോഴ്സസിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഡിവിഡൻഡ് എക്സംപ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ലോട്ടറി, ഗെയിൻ ഫ്രം റമ്മി, അതെല്ലാം എടുക്കും. പക്ഷെ ലോസ് എന്തെടുക്കില്ല, ലോസ് ഫ്രം ഫ്ലാഷ്, ദെൻ ലോസ് ഇൻ റേസ് കോഴ്സ്, ഇതൊന്നും എടുക്കില്ല. എക്സ്പെൻസ് ഓൺ മെയിൻ്റനൻസ് ക്യാരി ഫോർവേഡ് ചെയ്യും. എക്സ്പെൻസ് ഓൺ മെയിൻ്റനൻസ് ഓഫ് റേസ് ഹോഴ്സസ്. ഫൈനലി വി വിൽ ഗെറ്റ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം. So this is the answer for that question. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. Okay, moving to the next question. Hope it is clear to all. So the fifth question, the business income of an associate works out to be 3,60,000. Be very careful, including short-term capital gain of 10,000. Okay. അതായത് ഒരു പെർട്ടിക്കുലർ അസോസിയുടെ ബിസിനസ് ഇൻകം 3,60,000. പക്ഷെ ആ 3,60,000 എന്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്? 10,000 ഒരു ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കൂടെ ഉൾപ്പെടുത്തിയാണ് 3,60,000. അപ്പോൾ അത് വേണ്ട. സോ യു ഹാവ് ടു ടേക്ക് ദി ഇൻകം ആസ് ബിസിനസ് ഇൻകം ആസ് 3,50,000. 3,50,000 ആയിട്ട് എടുക്കണം. For the assessment year, before deducting depreciation admissible. Depreciation deduct ചെയ്യുന്നതിന് മുന്നെയാണ് ആ പെർട്ടിക്കുലർ വാല്യൂ. Taking the following facts into consideration, determine the gross total income. ക്വസ്റ്റ്യനിൽ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത്. ഡിപ്രീസിയേഷൻ അഡ്മിസിബിൾ. ഓക്കെ,
ആസ് പെർ ഇൻകം ടാക്സ് റൂൾ പ്രകാരം അഡ്മിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഡക്റ്റബിൾ ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ when the current year depreciation is given, ആദ്യം നമ്മൾ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? You have to give importance to the current year depreciation. പിന്നെ ബ്രോഡ് ഫോർവേഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാരി ഫോർവേഡ് ബ്രോഡ് ഫോർവേഡ് ചെയ്തേക്കുന്ന ബിസിനസ് ലോസ് ഉണ്ടെങ്കിൽ അതും കുറച്ചിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് സെറ്റ് ഓഫ് ചെയ്യുക? We will set off the unabsorbed depreciation. ആ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ആപ്ലിക്കബിലിറ്റി ആണ് ഈ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ദിസ് ക്വസ്റ്റ്യൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഈവൻ ദോ ഇറ്റ് സീംസ് ടു ബി സ്മോൾ. ആ ഓർഡർ ഓഫ് സെറ്റ് ഓഫ് അറിയാവുന്നവർക്ക് മാത്രമേ ഈ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. This is the rule. കറണ്ട് ഇയറിലെ ബിസിനസ് പ്രോഫിറ്റ് അതും ഡിപ്രീസിയേഷന് മുന്നേ ഉള്ളത്, മീൻസ് ഡിഡക്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ളത്. അതിൽ നിന്ന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് യു ഹാവ് ടു ഡിഡക്ട് ദി കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ, ദെൻ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ്, ദെൻ അത് കഴിഞ്ഞ് ബ്രോഡ് ഫോർവേഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഈ ക്വസ്റ്റ്യനിൽ ആദ്യം സാലറി ഹെഡ് ഇല്ല, ഹൗസ് പ്രോപ്പർട്ടി ഹെഡ് ഐറ്റം ഇല്ല. സോ ബിസിനസ് ഇൻകം ആണ് ആദ്യം എടുക്കേണ്ടത്. ബിസിനസ് ഇൻകം എടുക്കുമ്പോൾ തന്നെ 3,60,000 നിന്നും യു ഹാവ് ടു ഡിഡക്ട് ദിസ് 10,000 പോയിട്ട് 3,50,000 ആണ് ബിസിനസ് ഹെഡിൽ ഇൻകം ആയിട്ട് എടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ യു ഹാവ് ടു ഡിഡക്ട്. ദെൻ ബിസിനസ് ലോസ്, ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ്, that is 30,200. Then അത് കഴിഞ്ഞ് unabsorbed depreciation. നമ്മൾ ഇങ്ങനെ ബ്രോഡ് ഫോർവേഡ് ചെയ്യുന്ന ലോസിന് അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരുന്ന ലോസിന് ദർ ഇസ് എ ടൈം ലിമിറ്റ്. നിങ്ങൾക്ക് സെറ്റ് ഓഫ് ചെയ്ത് കളയാനായിട്ട് അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്യാനായിട്ട് ദർ ഇസ് എ ടൈം ലിമിറ്റ്. ദാറ്റ് ടൈം ലിമിറ്റ് ഇസ് എക്സ്പയർഡ് ഇൻ ദിസ് കേസ് ഓഫ് 15,500. അതായത് ഈ ലോസിനെ ഇനി സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. പരമാവധി എത്ര വർഷം വരെ നമുക്ക് ബിസിനസ് ലോസസ് ക്യാരി ഫോർവേഡ് ചെയ്ത് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? ഇറ്റ് ഈസ് ഓൺലി അപ് ടു 8 years. 8 വർഷം വരെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഈ 15,500 യു ഷുഡ് നോട്ട് സെറ്റ് ഓഫ്. അപ്പോൾ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ കുറയ്ക്കുക. ബിസിനസ് ലോസ് 30,200 ഇത് നമുക്ക് ഡിഡക്ട് ചെയ്യാം. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഏറ്റവും ലാസ്റ്റ്, റിമൈനിങ് ഏറ്റവും ലാസ്റ്റ് ഡിഡക്ട് ചെയ്യാവൂ. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ഗെറ്റ് ദി ബിസിനസ് ഹെഡിലെ ഇൻകം കിട്ടും. പിന്നെ അടുത്ത് നമുക്ക് തന്നിരിക്കുന്ന സ്പെക്കുലേഷൻ ലോസ് ആണ്. സ്പെക്കുലേഷൻ ഹെഡിൽ ഉണ്ടെങ്കിൽ മാത്രം ആ സെയിം ഐറ്റത്തിൽ നിന്ന് മാത്രമേ ഇത് ഡിഡക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ്സ് നോട്ട് ഗിവൺ ഹിയർ. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. ദെൻ അടുത്ത ഹെഡ് ബിസിനസ് ഹെഡ് കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഇസ് ഗിവൺ. long-term capital loss is given, but there is no long-term capital gain illa. അതുകൊണ്ട് ആ long-term capital loss of 6,000 will be carry forwarded.
പിന്നെ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ പറഞ്ഞ മറന്നു പോകരുത്, ഈ ഗെയിൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനെ ഇൻകം ആയിട്ട് എടുക്കണം. ഇൻകം ഫ്രം അതർ സോഴ്സിലെ ഒരു ഐറ്റം പോലും തന്നിട്ടില്ല. സോ ദ ആൻസർ വിൽ ബി ലൈക്ക് ദിസ്. If there is any doubts, you can ask. Moving to the next question. Royal Brothers of Bijapur submit the following particulars for computing the gross total income for the assessment year 2020-21. ഇപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ആണ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ലോസ് ഫ്രം ബിസിനസ് ബിഫോർ ഡിപ്രീസിയേഷൻ. ഈ ബിഫോർ ഡിപ്രീസിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രീസിയേഷൻ ഇസ് നോട്ട് ഡിഡക്റ്റഡ്. 20,000 ഡിപ്രീസിയേഷൻ അലവബിൾ തന്നിട്ടുണ്ട്. അപ്പം വാട്ട് യു ക്യാൻ ഡു, ലോസ് ഇസ് ഗിവൺ ആൻഡ് ഡിപ്രീസിയേഷൻ ഇസ് ഓൾസോ ഗിവൺ. അപ്പം ഇത് രണ്ടും ഡിഡക്റ്റ് ചെയ്യണം ഈ കറണ്ട് ഇയറിന്റെ പ്രോഫിറ്റിൽ നിന്ന്. അപ്പം ആദ്യം ഇമ്പോർട്ടൻസ് വിൽ ബി ഗിവൺ ടു ദി, അപ്പോഴേ നമ്മൾ പറഞ്ഞ ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോഫിറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ലോസ് ഉണ്ട്, അപ്പൊ ലോസ് കുറച്ചിട്ട് യു ക്യാൻ ഡിഡക്ട് ദി ഡിപ്രീസിയേഷൻ. ദെൻ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി കമ്പ്യൂട്ടഡ് വാല്യൂ ആണ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് ദി നെറ്റ് ആണ് ആ ഫിഗർ. ദെൻ ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് ഇൻകം ഫ്രം അതർ സോഴ്സിൽ എടുക്കും. ദെൻ വീണ്ടും ഇൻകം ഫ്രം അതർ സോഴ്സ് വന്നിട്ടുണ്ട്, അപ്പം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് കൂടി ആ ഹെഡിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. 1,20,000 ആവും ഇൻകം ഫ്രം അതർ സോഴ്സ്. അപ്പോൾ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസസ്, ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസസ് ബിസിനസ് ഇൻകത്തിനെ എഗെയിൻസ്റ്റ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാം. ഉണ്ടെങ്കിൽ ഇൻകം ഉണ്ടെങ്കിൽ, പ്രൊവൈഡഡ് ഇൻകം ഉണ്ടെങ്കിൽ. അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ ഉണ്ട്, ആ അൺഅബ്സോർബ് ഡിപ്രീസിയേഷൻ കറണ്ട് ഇയർ ഡിപ്രീസിയേഷനും ലോസും ഒക്കെ ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് ഉണ്ടെങ്കിൽ അൺഅബ്സോർബ്ഡ് വി ക്യാൻ ഡിഡക്ട്. യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം. അപ്പോൾ ഇതും ഈ ക്വസ്റ്റ്യനും എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്, ദാറ്റ് ഓർഡർ ഓഫ് സെറ്റ് ഓഫ്. ഫസ്റ്റ് ഹെഡ് ഇൻകം ഫ്രം സാലറി ഒന്നും തന്നിട്ടില്ല. സെക്കൻഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 18,000. അപ്പോൾ യു ക്യാൻ റൈറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 18,000. എന്തെങ്കിലും ലോസ് ഉണ്ടോ നോക്കുക. ബ്രോഡ് ഫോർവേഡ് ലോസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി ഉണ്ട്, ബ്രോഡ് ഫോർവേഡ് ലോസ് ഓഫ് ഹൗസ് പ്രോപ്പർട്ടി 10,000. അപ്പോൾ അത് ഡിഡക്ട് ചെയ്യാം. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടി ഹെഡിൽ നിന്നും 10,000 ഡിഡക്ട് ചെയ്യാം, 8,000. ഇൻകം ദെൻ പ്രോഫിറ്റ്സ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ ഹെഡിനകത്ത് ഇൻകം ഒന്നുമില്ല. വളരെ മീൻസ് ഇറ്റ്സ് ഗുഡ് ക്വസ്റ്റ്യൻ എന്ന് വേണേൽ പറയാം. അത്രത്തോളം നല്ല ആപ്ലിക്കേഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പറയാൻ കാര്യം, there is no income from the business head, but there is current year loss, current year depreciation, unabsorbed depreciation.
അപ്പോൾ ആദ്യം നമുക്കിപ്പോൾ ഇൻകം ഫ്രം സാലറി ഇല്ല, ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു, ഹൗസ് പ്രോപ്പർട്ടിയിലെ ലോസ് സബ്ട്രാക്ട് ചെയ്യുക. ദെൻ വി ഹാവ് നോ പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ഇല്ല, ക്യാപിറ്റൽ ഗെയിൻ ഇല്ല, പിന്നെ ആകമായി ഇൻകം ആയിട്ട് വരുന്ന അതർ സോഴ്സ് ആണ്. അപ്പൊ ഇൻകംസ് എല്ലാം ആഡ് ചെയ്യുക. അതിനുശേഷം ഇൻ ദി ഓർഡർ കറണ്ട് ഇയർ ഈ വർഷത്തെ ബിസിനസ് ലോസ് കുറയ്ക്കാം, ഈ വർഷത്തെ ഡിപ്രീസിയേഷൻ കുറയ്ക്കാം, അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഈ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനും കഴിഞ്ഞ് ഇഫ് എനിത്തിങ് റിമൈൻസ് can settle the brought forward business loss. So the answer is income from house property, they deduct the loss. Other source എല്ലാ ഇൻകം കൂടെ ആഡ് അപ്പ് ചെയ്തെടുത്തു. അങ്ങനെ 1,28,000 ബിസിനസ് ഇൻകം ആയിട്ട് ഒന്നുമില്ല. സോ ബിസിനസ് ലോസും കറണ്ട് ഇയർ ഡിപ്രീസിയേഷനും കൂടി എല്ലാം കൂടി ബാക്കി രണ്ട് ഹെഡിൽ നിന്ന് കിട്ടിയ 1,28,000 they deduct. Finally they deducted the unabsorbed depreciation. Any doubts you can ask me. The question was to calculate the gross total income. Moving to the 7th question. ഇവിടെ രണ്ട് അസസ്മെന്റ് ഇയർ ഉള്ള ക്വസ്റ്റ്യനാണ്. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ when we discuss the illustration we have discussed. Sri Ashok Kumar, who is a resident, furnishes the following particulars for the assessment years 1920 and 2021. Compute his gross total income for both years. Gross total income for both years ആണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റ് ഓഫ് സോമിൽ ബിസിനസ് തന്നിട്ടുണ്ട്, ഇറ്റ്സ് ബിഫോർ ഡിപ്രീസിയേഷൻ. And profit of cycle business is given. Then casting business profit. Appo first head is not there. Income from salary illa, income from house property illa. Profits and gains of business and profession head illa items maatrame ullu. There is no capital gain, and as well as there is no other source income. Business head illa items maatrame ullu. First we can look upon ആദ്യം പറഞ്ഞിരിക്കുന്നത് ബിഫോർ ഡിപ്രീസിയേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് എടുക്കാവുന്ന അസസ്മെന്റ് ഇയർ എന്ന് പറയുന്നത് 1920 ആദ്യം എടുക്കാം. അപ്പോൾ അതിനകത്ത് 1,40,000 ആണ് പ്രോഫിറ്റ്. ഡിപ്രീസിയേഷൻ ബിഫോർ ഡിപ്രീസിയേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഡിപ്രീസിയേഷൻ വി ക്യാൻ ഡിഡക്ട് 18,000 ആണ് ആ വർഷത്തെ ഡിപ്രീസിയേഷൻ. സോ 1,40,000 നിന്ന് 18,000 യു ക്യാൻ ഡിഡക്ട് 1,22,000. Then 1920 cycle business profit 2,40,000 that you can take as it. Casting business profit 28,000. But അതെല്ലാം as such profit ആയിട്ട് എടുക്കാം. ഡിപ്രീസിയേഷൻ നമ്മൾ ഓൾറെഡി ഡിഡക്ട് ചെയ്തു. ഗോൾഡ് സ്പെക്കുലേഷൻ ലോസ്, ഗോൾഡ് സ്പെക്കുലേഷൻ ഇൻകോ അല്ലെങ്കിൽ വേറെ സ്പെക്കുലേഷൻ ഇൻകോ ഒന്നുമില്ല, അതുകൊണ്ട് 12,000 we will carry forward. അപ്പം അങ്ങനെ ഫസ്റ്റ് അസസ്മെന്റ് ഇയർ തീർന്നു. ഫസ്റ്റ് അസസ്മെന്റ് ഇയറിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തില്ല. സോ മിൽ ബിസിനസ്സിൽ നിന്ന് കിട്ടിയ പ്രോഫിറ്റിൽ നിന്നും അതിന്റെ ഡിപ്രീസിയേഷൻ മാത്രമേ ഡിഡക്ട് ചെയ്യും, ബാക്കി പ്രോഫിറ്റ്സ് എല്ലാം അനുസരിച്ചെടുക്കും. പക്ഷേ ഗോൾഡ് സ്പെക്കുലേഷനിലെ ലോസ് ആയ 12,000 we will carry forward. Then you will get the
gross total income of the first year. Okay, first assessment year la question പറഞ്ഞേക്കുന്ന ആദ്യത്തെ അസസ്മെന്റ് ഇയറിന്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. Moving to the next assessment year. Next assessment year in the case, again profit of sawmill 30,000. Profit of cycle business profit in the it's given as loss 15,000. About 30,000 the first importance to be given to depreciation, current year depreciation. Now 30,000 profit, other than 40,000. But 10,000 becomes unabsorbed depreciation of this year. That carry forward. Cycle business loss. Income from foreign business. Assessee resident ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയുന്നുണ്ട് അശോക് കുമാർ who is a resident എന്ന്. So the income from a foreign business will be accessible in India. 2,35,000 will be taken as the income. ഇവിടുത്തെ ഇൻകം ആയിട്ട് അസസ് ചെയ്യപ്പെടും 2,35,000. ആ 2,35,000 എന്ന ബിസിനസ് സൈക്കിൾ ബിസിനസിന്റെ ലോസും പിന്നെ ആ ഡിപ്രീസിയേഷൻ സെറ്റ് ഓഫ് ചെയ്യാനുള്ളതെല്ലാം കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ റൈറ്റ് ഓഫ് ചെയ്യാൻ വരുന്ന ഡെഫിഷ്യൻസി ഒക്കെ നമ്മൾ മീറ്റ് ചെയ്യും. സിൽവർ സ്പെക്കുലേഷൻ പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത് 60,000. ഓൾറെഡി കഴിഞ്ഞ വർഷം വി വർ ഹാവിങ് എ ലോസ് ഓഫ് 12,000. നമുക്ക് അന്ന് സഫീഷ്യന്റ് ഇൻകം ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ആ ഹെഡില് പോസിറ്റീവ് റിട്ടേൺസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡിഡക്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ ആ ബ്രോഡ് ഫോർവേഡ് മീൻസ് അന്ന് ക്യാരി ഫോർവേഡ് ചെയ്ത് ലോസ് നെക്സ്റ്റ് അസസ്മെന്റ് ഇയറിൽ ബ്രോഡ് ഫോർവേഡ് ചെയ്ത് ഈ 60,000 നിന്ന് ഡിഡക്ട് ചെയ്യും. Hope it is clear. The second assessment year, the answer will be like this. Moving to the next question. This will be the second last question. We will have a question we will discuss from the question share. Remaining, I will share the answer. You can go through that. Next class we will start with the next topic.
So the first item, taxable income from salary. So net salary is given directly. You can take it as such. House property, income from house property, net ആണ് പറയുന്നത്. അതെടുക്കാം. Profit from ready-made garment business. അപ്പോൾ അതാണ് ബിസിനസ് ഹെഡിലെ ഇൻകം. ദാറ്റ് യു ക്യാൻ ടേക്ക്. സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റ് ലോസ് ഉണ്ടെങ്കിൽ സ്പെക്കുലേറ്റീവ് ലോസ് താഴെ പറയുന്നുണ്ട് 15,000, അത് കുറയ്ക്കാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഹെഡിലെടുക്കും. ഷെയർ ഓഫ് പ്രോഫിറ്റ് ഫ്രം എ ഫേം ഈസ് എക്സംപ്റ്റ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി അസസി. കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ 4,500. ഇതിനെ പ്രോഫിറ്റ് ഫ്രം റെഡിമെയ്ഡ് ഗാർമെന്റ് ബിസിനസ് ആയ 1,40,000 നിന്നും 4,500 കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ആദ്യം കുറയ്ക്കും. അത് കഴിഞ്ഞ് തൊട്ട് താഴെ പറയുന്ന അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ കുറയ്ക്കും. ഇത്രയാണ് ഡിഡക്ട് ചെയ്യുന്നത്. പിന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിലും ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിലും ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും ലോസ് ഡിഡക്ട് ചെയ്യും, ബാക്കി ക്യാരി ഫോർവേഡ്. സോ ദിസ് ഇസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ, ബട്ട് യു ഷുഡ് കീപ് ഇൻ മൈൻഡ് എന്താണ് ഷെയർ ഫ്രം എ പാർട്ട്ണർഷിപ്പ് ഫേം ഇസ് എക്സെപ്റ്റ്. അതായത് എക്സെപ്റ്റഡ് ഇൻകം ആണ് ഡിവിഡൻഡ് റിസീവ്ഡ് ഫ്രം ആൻ ഇന്ത്യൻ കമ്പനി പോലെ. പിന്നെ സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റ് എന്ന സ്പെക്കുലേറ്റീവ് ലോസ് ഡിഡക്ട് ചെയ്യാവൂ. The first importance should be given to the current year depreciation. അത് കഴിഞ്ഞ് റിമൈനിങ് എമൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഡിഡക്ട് ചെയ്യും. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് മാത്രമേ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ഡിഡക്ട് ചെയ്യാവൂ. These are the important points to be kept in mind while you do this question. So this is the answer of this question. Moving to the next question. Mr. Bhojraj has received a rent 90,000 from a rental property. Adana income from house property. Current year business profit. So, received amount ആണ് rent തന്നിരിക്കുന്നത്. ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ സാലറി ചെയ്യുമ്പോൾ you should be very careful. Current year business profit, rent received ആണ് തന്നിരിക്കുന്നത്, not the income from house property. So when the rent received is given, 30% standard deduction കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രോസ് സാലറിയുടെ കേസ് ചെയ്ത പോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് ഉള്ള റിമൈനിങ് എമൗണ്ട് വേണം യു ഹാവ് ടു ടേക്ക് while you compute the gross total income. The next item, current year business profit 80,000. So the business income ആയിട്ട് എടുക്കും. It included a loss of 20,000 of the business which was wound up, but discontinued business in the loss. So ഒരു ബിസിനസ് ഡിസ്കണ്ടിന്യൂ ചെയ്താൽ ബ്രോഡ് ഫോർവേഡ് ലോസ് ഏത് ബിസിനസ് ഇക്കത്തിന്ന് വേണമെങ്കിലും സെറ്റ് ഓഫ് ചെയ്യാം. ഇറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. അവിടെ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഓൾറെഡി ബീൻ included. Past year losses 1,50,000 have been brought down. ആ ബ്രോഡ് ഡൗൺ ചെയ്ത എമൗണ്ടിലാണ് ഈ 20,000 കൂടി ഉള്ളത്. Then unabsorbed depreciation is given. അപ്പോൾ ഇവിടെയും that order should be kept in mind.
ആദ്യം ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ്, അത് കഴിഞ്ഞ് റിമൈനിങ് എമൗണ്ട് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. So the answer would be like this. The income from house property in 30% standard deduction ചെയ്ത് remaining amount will be the income. Business headil ആദ്യം business loss, brought forward business loss, remaining amount carry forward ചെയ്യും. Unabsorbed depreciation മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്, unabsorbed depreciation can be deducted or it can be set off against any income. Very important, very important. So if there is any doubts regarding the questions discussed, you can ask me. 9 question discuss ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ you can ask me.